ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ ഈ വീഡിയോയിൽ ലോക്കൽ എൻവയോൺമെൻറ്റൽ ഇഷ്യൂസാണ് ഡിസ്കസ് ചെയ്യുന്നത്. ലോക്കൽ എൻവയോൺമെൻറ്റൽ ഇഷ്യൂസ് പല ക്വസ്റ്റ്യൻ പേപ്പറിലും ഷോർട്ട് നോട്ടായിട്ട് 2 മാർക്കിന് കണ്ടിട്ടുള്ളതാണ്. ഇപ്പം ലോക്കൽ എൻവയോൺമെൻറ്റൽ ഇഷ്യൂസ് എന്താണ്? പ്രാദേശികമായ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഗ്ലോബൽ എൻവയോൺമെൻറ്റൽ ഇഷ്യൂസാണ് ഡിസ്കസ് ചെയ്തത്. പ്രാദേശികമായിട്ട് പറയുമ്പോൾ എന്തൊക്കെയാണ്? ലാൻഡ്സ്കേപ്പ് ഓൾട്ടറേഷൻസ്, ഭൂമിയുടെ ഘടനയിൽ മാറ്റം വരുത്തുക. നമ്മൾ വ്യാപകമായിട്ട് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഈ കുന്നുകളെല്ലാം കൂടി ഇടിച്ച് നിരത്തിയിട്ട് ചതുപ്പ് നിലങ്ങളിലേക്ക് കൊണ്ടുപോയി അത് നികത്തി അവിടെ വലിയ രീതിയിൽ കൊമേഴ്ഷ്യൽ ബിൽഡിങ്സ് പണിയുന്ന ഒരവസ്ഥ. അതെന്താണ്? ഇതാണ് നമ്മൾ ഈ ഒരു ലാൻഡ്സ്കേപ്പ് ഓൾട്ടറേഷൻ കൊണ്ട് മീൻ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു മീനിങ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എന്താ? ലാൻഡ്സ്കേപ്പ് ഓൾട്ടറേഷൻ ഈസ് ദി ചേഞ്ചസ് ദാറ്റ് ടേക്ക് പ്ലേസ് ഇൻ ലാൻഡ് സർഫസ്, ഭൂമിയുടെ ഉപരിതലത്തിൽ, ലാൻഡ് സർഫസ് ഡ്യൂ ടു ദി ഹ്യൂമൻ ആക്ടിവിറ്റീസ്. അപ്പം മനുഷ്യൻ്റെ പ്രവർത്തനങ്ങൾ മൂലം ഭൂമിയുടെ ഉപരിതലത്തിൽ വരുന്ന വ്യതിയാനങ്ങളാണ് ലാൻഡ്സ്കേപ്പ് ഓൾട്ടറേഷൻ, സച്ച് ആസ് മൈനിങ്, ക്വാറിയിങ് എക്സെട്ര. ആൻഡ് നാച്ചുറൽ കോസസ് ഡ്യൂ ടു ഡീഗ്രഡേഷൻ ഓഫ് മാൻഗ്രോവ്സ്, വെറ്റ്ലാൻഡ്സ്, കോസ്റ്റൽ ഇറോഷൻ എക്സെട്ര. അപ്പോൾ പല കാരണങ്ങളാൽ ഭൂമിയുടെ ഉപരിതലത്തിൽ വരുന്ന ഷേപ്പ് വ്യത്യാസമാണ്, ആകൃതിയിലുണ്ടാകുന്ന വ്യത്യാസമാണ് ലാൻഡ്സ്കേപ്പ് ഓൾട്ടറേഷൻ. ദെൻ ലാൻഡ്സ്കേപ്പ് ഓൾട്ടറേഷൻ ലീഡ്സ് ടു ഹാബിറ്റാറ്റ് ഫ്രാഗ്മെൻറ്റേഷൻ. ഇപ്പം ഒരു വിഘടനം നടക്കുകയാണ്. ആളുകൾ അതുപോലെ മൃഗങ്ങൾ ഇതെല്ലാം ഇതൊരു ഫ്രാഗ്മെൻറ്റഡായി അല്ലെങ്കിൽ മുറിക്കപ്പെട്ടു പോകുന്നു. ഹാബിറ്റാറ്റ് ലോസ്, ഹാബിറ്റാറ്റ് ഐസൊലേഷൻ ആൻഡ് മോഡിഫിക്കേഷൻ ദ സ്ട്രക്ചർ ഓഫ് ലാൻഡ്സ്കേപ്പ്. ഇതൊരു 2 മാർക്കിന് നമ്മൾ ഓർത്തിരുന്നാൽ മതി. വാട്ട് യു മീൻ ബൈ ലാൻഡ്സ്കേപ്പ് ഓൾട്ടറേഷൻ. ഇനി അടുത്ത ഒരു പ്രധാനപ്പെട്ട എൻവയോൺമെൻറ്റൽ ഇഷ്യൂ ആണ് ക്വാറിയിങ് അല്ലെങ്കിൽ ഖനനം. ഈ എല്ലാ പോയിൻറ്റും കൂടെ ഉൾപ്പെട്ട് കഴിഞ്ഞാൽ 5 മാർക്കിന് വേണമെങ്കിലും ഒരു ചോദ്യം ഉണ്ടാകാം. ക്വാറിയിങ് ഇപ്പം 5 മാർക്കാണെങ്കിൽ നമ്മൾ എല്ലാ പോയിൻറ്റുകളും ഉൾപ്പെടുത്തണം. ഖനനം എന്താണ്? ഈ ക്വാറിയിങ് എന്താ? ക്വാറിയിങ് ഈസ് ദി പ്രോസസ് ഓഫ് റിമൂവിങ് റോക്ക്, സാൻഡ്, ഗ്രാവൽ ആൻഡ് അനദർ മിനറൽസ് ഫ്രം ദി ഗ്രൗണ്ട് ഇൻ ഓർഡർ ടു യൂസ് ദം ടു പ്രൊഡ്യൂസ് മെറ്റീരിയൽസ് ഫോർ കൺസ്ട്രക്ഷൻ ഓർ അതർ യൂസസ്. ഇപ്പോൾ കൺസ്ട്രക്ഷൻ പർപ്പസിന് വേണ്ടി, നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയോ അല്ലെങ്കിൽ മറ്റാവശ്യങ്ങൾക്ക് വേണ്ടിയോ ഭൂമിയിൽ നിന്ന് നമ്മൾ പാറകളും മണലും അതുപോലെ ഗ്രാവൽ, ചരൽ ഇതെല്ലാം നീക്കിയെടുത്തുകൊണ്ട് പോകുന്നു, ഖനനം ചെയ്തുകൊണ്ട് പോകുന്നു, കുഴിച്ചെടുത്തുകൊണ്ട് പോകുന്നു. ഇതെന്താണ്? ക്വാറിയിങ്. ദെൻ ഇറ്റ് ഹെൽപ്സ് ടു പ്രൊവൈഡ് മച്ച് ഓഫ് ദി മെറ്റീരിയൽസ്. നിർമ്മാണ ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള മെറ്റീരിയൽസാണ് ക്വാറിയിങ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇപ്പം പ്രധാനമായിട്ടും എന്തൊക്കെയാണ് ഈ ക്വാറിയിങ്ങിൻ്റെ അകത്ത്? നമുക്ക് ഫ്ലോറിംഗ് പർപ്പസിന് വേണ്ടിയുള്ള ഗ്രാനൈറ്റ് ഉണ്ട്, ലൈം സ്റ്റോൺ, മാർബിൾ, സാൻഡ് സ്റ്റോൺ, സ്ലേറ്റ്, ദെൻ ഈവൻ ജസ്റ്റ് ക്ലേ. ഇപ്പം കളിമണ്ണ്, സെറാമിക് വെസൽസിൻ്റെ ഒക്കെ കളിമണ്ണ്, ഇതെല്ലാം ക്വാറിയിങ് വരുന്നതാണ്. ഇപ്പോൾ നമ്മൾ ഈ ക്വാറിയിങ്ങിന് വേണ്ടി ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്താ? ഇറ്റ് ഈസ് ഓഫൺ നെസസറി ടു ബ്ലാസ്റ്റ് റോക്സ്. ഇപ്പം പാറകളെല്ലാം സ്ഫോടക വസ്തുക്കൾ ഉപയോഗിച്ച് പൊട്ടിക്കും. ഇപ്പം ഇങ്ങനെ ഒരു സ്ഫോടക വസ്തുക്കൾ ഉപയോഗിച്ച് കഴിയുമ്പോൾ അതൊരു ഞടുക്കം, ടെർമറിന് കാരണമാകുന്നു. ഇപ്പം blast rocks with explosive in order to extract materials for processing. This method of extraction leads to noise pollution, air pollution, damage biodiversity and habitat destruction. ഈ ക്വാറിയിങ് അല്ലെങ്കിൽ ഖനനം എല്ലായ്പ്പോഴും പല രീതിയിലുള്ള പാരിസ്ഥിതിക പ്രശ്നങ്ങളുണ്ടാക്കും. ഇതിനകത്ത് നോയ്സ് പൊല്യൂഷനുണ്ട്, എയർ പൊല്യൂഷനുണ്ട്, അതുപോലെ തന്നെ ബയോഡൈവേഴ്സിറ്റി, നമ്മുടെ ബയോഡൈവേഴ്സിറ്റി കാര്യമായ നഷ്ടങ്ങളുണ്ടാകും. അപ്പോൾ ഈ പോയിന്റുകളൊക്കെ ഓർത്തിരിക്കുക. ദെൻ സാൻഡ് മൈനിങ്, മണൽ ഖനനം, ഇതെല്ലാം ഒരു മേജർ എൻവയോൺമെൻറ്റൽ ഇഷ്യൂസാണ്. ഇപ്പം മണ്ണും മണലും എല്ലാം വലിയ രീതിയിൽ ഒരു ഏരിയയിൽ നിന്നും മറ്റൊരു ഏരിയയിലേക്ക് കൊണ്ടുപോകുന്നു, ഇപ്പം കുഴിച്ചെടുക്കുന്നു. മണൽ ഖനനം നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയുള്ളൊരു പ്രോഗ്രാമാണിത്. സാൻഡ് മൈനിങ് ഈസ് ദി എക്സ്ട്രാക്ഷൻ ഓഫ് സാൻഡ് മെയിൻലി ത്രൂ ഓപ്പൺ പിറ്റ്, വലിയ കുഴികളിൽ നിന്നാണ്. ഇപ്പം ഓപ്പൺ പിറ്റായിട്ടാണ് വിസ്താരമേറിയ വലിയ രീതിയിൽ കുഴിച്ചെടുക്കുന്നു, വലിയ കുഴികളിലൂടെ. ബട്ട് സംടൈംസ് മൈൻ ഫ്രം ബീച്ചസ് ആൻഡ് ഇൻലാൻഡ് ഡ്യൂൺസ് ഓർ ഡ്രഡ്സ് ഫ്രം ഓഷൻ ആൻഡ് റിവർ ബെഡ്സ്.
അപ്പം ചിലപ്പോഴെന്താ മറ്റു പലപ്പോഴും നദിയിൽ നിന്നും കുഴിച്ചെടുക്കുന്നുണ്ട്. നദിയുടെ അടിത്തട്ടിൽ നിന്നും മണൽ വാരിക്കൊണ്ടു പോകുന്നു. തീരപ്രദേശങ്ങളിൽ അല്ലെങ്കിൽ സമുദ്ര തീരത്ത് നിന്നും മണൽ കൊണ്ടുപോകുന്നു. ഇതെല്ലാം സാൻഡ് മൈനിങ് ആണ്. ദെൻ ഓവർ മൈനിങ് ഓഫ് സാൻഡ്. അപ്പോൾ നമ്മൾ ഓവറായിട്ട് സാൻഡ് മൈൻ ചെയ്യുകയാണെങ്കിൽ കോസ് ഹ്യൂജ് ഇമ്പാക്ട് ടൂവേഴ്സ് ദി എക്കോസിസ്റ്റം ആൻഡ് അഫക്ട് ദി ഹാബിറ്റാറ്റ് ഓഫ് പ്ലാന്റ്സ്. അപ്പോൾ ഇതെല്ലാം ലാർജ് സ്കെയിലായിട്ട് വരുമ്പോഴാണ് അതൊരു ചെറിയ രീതിയിലല്ലെങ്കിൽ സബ്സിസ്റ്റൻസ് ലെവലിലാണെങ്കിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നില്ല. ലാർജ് സ്കെയിലായിട്ട് ലാൻഡ് മൈനിങ് വന്നു കഴിയുമ്പോൾ എന്താണ്, അത് ഹാബിറ്റാറ്റ് ലോസിന് കാരണമാകും. അതുപോലെ തന്നെ മൃഗങ്ങളുടെയും സസ്യങ്ങളുടെയും മനുഷ്യരുടെയും എല്ലാം ആവാസ വ്യവസ്ഥയെ അഡ്വേഴ്സായിട്ട് അഫക്റ്റ് ചെയ്യാറുണ്ട്. ദെൻ എക്സസീവ് സാൻഡ് മൈനിങ് കോസസ് ഡീഗ്രഡേഷൻ ഓഫ് റിവേഴ്സ്. നദികളുടെയും മറ്റ് ജലാശയങ്ങളുടെയും എല്ലാം ഡീഗ്രഡേഷന് കാരണമാകുന്നു. ദെൻ കോസ്റ്റൽ ഇറോഷൻ. നമ്മൾ കേൾക്കാറില്ല ഇപ്പോൾ ഓരോ തവണ എന്താണ്, സമുദ്രം കരയിലേക്ക് കടന്ന് കയറി വരുന്നു. അപ്പോൾ അതുകൊണ്ട് എന്താ പലപ്പോഴും 500 മീറ്റർ കടൽ കരയെടുത്തു കൊണ്ടുപോയി. അപ്പം കടലിൻ്റെ ആ ഏരിയ മുന്നിലേക്ക് കയറി വന്നു കഴിയുമ്പോഴേക്കും ആ പ്രദേശത്തുള്ള ആവാസ വ്യവസ്ഥയെ അത് ഏറ്റവും അഡ്വേഴ്സായിട്ട് ബാധിക്കും. എല്ലായ്പ്പോഴും മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും എല്ലാം കടലിനോട് ചേർന്നാണ് താമസിക്കുന്നത്. അപ്പോൾ അവരുടെ എല്ലാം കിടപ്പാടം നഷ്ടമാകുന്നു, അവരുടെ വീടുകൾ നഷ്ടമാകുന്നു. ഇതൊക്കെ കോസ്റ്റൽ ഇറോഷൻ. നമ്മൾ ഈ വിഴിഞ്ഞം തുറമുഖത്തിന് വേണ്ടിയിട്ട് ഒരു ഏരിയയിൽ പുലിമുട്ട് എന്ന് പറഞ്ഞാൽ വലിയ പ്രത്യേക ഷേപ്പിലുള്ള കരിങ്കല്ല് കൊണ്ടുപോയി ഡംപ് ചെയ്ത് കഴിയുമ്പോൾ കടൽ മറ്റേതെങ്കിലും ഏരിയയിലെ കര അത് കവർന്നെടുത്തുകൊണ്ട് പോകും. കോസ്റ്റൽ ഇറോഷൻ ഇതും വലിയൊരു പാരിസ്ഥിതിക പ്രശ്നമാണ്. കോസ്റ്റൽ ഇറോഷൻ ഈസ് ദി വീറിംഗ് അവേ ഓഫ് ലാൻഡ് ബൈ സീ കോസിങ് ഹെവി ഡിസ്ട്രക്ഷൻ ടു കോസ്റ്റൽ ലാൻഡ്. തീരദേശ ഭൂമിയെ ഇത് നശിപ്പിക്കുന്നു. കടൽ കവർന്നെടുക്കുകയാണ് ചെയ്യുന്നത്. കോസ്റ്റൽ ഇറോഷൻ മേ ബി ഡ്യൂ ടു കൊറേഷൻ, അബ്രഷൻ, ദെൻ ഹൈഡ്രോളിക് ആക്ഷൻ ആൻഡ് ആട്രിബ്യൂഷൻ. പല കാരണങ്ങളാൽ ഇതുണ്ടാവാം. നെക്സ്റ്റ് ഈസ് ഡീഗ്രഡേഷൻ ഓഫ് മാൻഗ്രോവ്സ്. ഇപ്പം കണ്ടൽ കാടുകൾ നശിപ്പിക്കപ്പെട്ടു പോകുന്നു. ഇപ്പം കണ്ടൽ വൃക്ഷങ്ങളുണ്ട് അല്ലെങ്കിൽ കണ്ടൽ വനങ്ങളുണ്ട്. ഇതെല്ലാം എന്താണ്, തീരദേശങ്ങളിൽ അല്ലെങ്കിൽ തീരപ്രദേശങ്ങളിൽ ഉപ്പുവെള്ളത്തിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിൽ മറ്റ് ധാതുക്കളുള്ള ജലത്തിലോ വളരുന്ന വൃക്ഷങ്ങളാണ് കണ്ടൽ വൃക്ഷങ്ങൾ. അപ്പോൾ ആ കണ്ടൽ വനങ്ങൾ, കണ്ടൽ കാടുകൾ, ഇപ്പോൾ കേരളത്തിൽ നേരത്തെ കേരളം റിച്ചായിരുന്നു. ഇപ്പം കണ്ടൽ കാടുകൾ, കണ്ടൽ സ്വത്തിൽ വലിയ റിച്ചായിരുന്നു. അപ്പോൾ അടുത്ത കാലത്തായിട്ട് ഇതെല്ലാം ഇങ്ങനെ കാലാകാലമായിട്ട് മനുഷ്യൻ കടന്നു കയറി നശിപ്പിച്ചു. ഇപ്പോൾ കേരളത്തിലൊരു 17.82 സ്ക്വയർ കിലോമീറ്റേഴ്സാണ് അവശേഷിക്കുന്നത് തീരപ്രദേശങ്ങളിൽ. കേരളത്തിൻ്റെ എല്ലാ തീരപ്രദേശത്തും കണ്ടൽ വനങ്ങളുണ്ടായിരുന്നു, കണ്ടൽ വൃക്ഷങ്ങളുണ്ടായിരുന്നു. പറഞ്ഞാൽ ഉപ്പുവെള്ളത്തിൽ അല്ലെങ്കിൽ മറ്റു ധാതുക്കൾ കലർന്ന വെള്ളത്തിൽ വളരുന്ന വൃക്ഷങ്ങളാണ്. ഇത് കാലാകാലങ്ങളായിട്ട് ഡീഗ്രഡേഷൻ സംഭവിച്ചിപ്പം ഒരു 17.82 സ്ക്വയർ കിലോമീറ്റർ ഇപ്പം നിലവിൽ കേരളത്തിൽ അവശേഷിക്കുന്നുള്ളൂ. ഇപ്പം എ മാൻഗ്രോവ് ഈസ് എ shrub or small tree that grows in coastal saline and brackish water. The term is also used for tropical coastal vegetation consisting of such species. Mangroves occur worldwide in the tropics and subtropics. നമ്മളൊരു ഷോർട്ട് നോട്ടായിട്ട് ഓർത്തിരുന്ന 2 മാർക്കിനൊക്കെ ഓർത്തിരുന്നാൽ മതി. ഇനി അടുത്ത് The loss of mangroves contributes to nearly 1/5 of global emissions. ഗ്ലോബൽ എമിഷൻസിൻ്റെ 1/5 പ്രധാനപ്പെട്ട കാരണം എന്താണ്, ഈ നമ്മുടെ മാൻഗ്രോവ്സിൻ്റെ കണ്ടൽ വനങ്ങളുടെ നഷ്ടമാണ്. കാരണം ഇത് പോയിസണസ് ഗ്യാസിൻ്റെ എമിഷൻ അബ്സോർബ് ചെയ്യാനുള്ള വനങ്ങൾ ഇല്ലാതായി പോകുന്നു. The destruction and degradation of mangrove is occurring at an alarming rate due to the conversion of land for aquaculture, agriculture and coastal development. തീരദേശങ്ങൾ ഡെവലപ്മെൻറ്റിനും മറ്റ് ആവശ്യങ്ങൾക്ക് വേണ്ടി കണ്ടൽ വനങ്ങൾ നശിപ്പിക്കുന്നതാണ് ഈ കണ്ടൽ കാടുകൾ ഇല്ലാതാകുന്നത്. അല്ലെങ്കിൽ എന്താണ് പ്രധാനമായിട്ടും ഡീഗ്രഡേഷൻ ഓഫ് മാൻഗ്രോവ്സിൻ്റെ ഒരു കാരണം. So this has potentially devastating effects of biodiversity, food security and the livelihoods of some of the most marginalized coastal communities in developing countries. തീരപ്രദേശങ്ങളിൽ താമസിക്കുന്ന മാർജിനലൈസ് ആയിരിക്കുന്ന സമൂഹത്തിലെ ഏറ്റവും താഴേക്കടിയിലുള്ള ഒരു വലിയ ജനവിഭാഗത്തിൻ്റെ ജീവിതത്തെ
ജീവനെയും സ്വത്തിനെയും വളരെ ദോഷകരമായി ബാധിക്കുന്നതിന് ഡിഗ്രഡേഷൻ ഓഫ് മാൻഗ്രോവ്സ് കാരണമാകുന്നു. ദെൻ ഇത് അവരുടെ ആ ഒരു ജീവനും സ്വത്തിനും എല്ലാം നാശമായിട്ട് വരിക ചെയ്യുന്നു. ദിസ് ഹാസ് ദി പൊട്ടൻഷ്യലി ഡിവാസ്റ്റേറ്റിംഗ് ഇഫക്ട്സ് ഓൺ ബയോഡൈവേഴ്സിറ്റി, ഫുഡ് സെക്യൂരിറ്റി ആൻഡ് ലൈവ്ലിഹുഡ്സ് ഓഫ് സം ഓഫ് ദി മോസ്റ്റ് മാർജിനലൈസ്ഡ് കോസ്റ്റൽ കമ്മ്യൂണിറ്റീസ്. തീരദേശങ്ങളിലൊക്കെ താമസിക്കുന്ന ആൾക്കാർ അന്നന്നത്തെ ഒരു അപ്പത്തിന് വേണ്ടി അല്ലെങ്കിൽ അന്നന്നത്തെ ആവശ്യത്തിന് വേണ്ടി സമ്പാദിക്കുന്നവർ മാത്രമാണ്. അവർ വലിയ സ്വത്തൊന്നുമുള്ളവരൊന്നുമില്ല. ഏറ്റവും താഴേക്കിടയിലുള്ള അവരുടെ ജീവനും സ്വത്തിനുമൊക്കെ ഇത് അപകടമായിട്ട് തരുന്നു. സോ മോർ ദാൻ 90% ഓഫ് ദി വേൾഡ്സ് മാൻഗ്രോവ്സ് ആർ ഫൗണ്ട് ഡെവലപ്പിംഗ് രാജ്യങ്ങളിലാണ്, ഡെവലപ്പ് കൺട്രീസിലല്ല. മാൻഗ്രോവ്സിൻ്റെ 90% ഇന്നും കാണപ്പെടുന്നത് എന്താണ്? ഡെവലപ്പിംഗ്, വികസിച്ചുകൊണ്ടിരിക്കുന്ന രാജ്യങ്ങളിലാണ്. ഇപ്പോൾ ഇന്ത്യ പോലെയും ഉള്ള ഒരു ഡെവലപ്പിംഗ് രാജ്യങ്ങളിലാണ്. നെക്സ്റ്റ്, ഡീഗ്രേഡിങ് വെറ്റ്ലാൻഡ്സ്, ചതുപ്പ് നിലങ്ങളുടെ ഡീഗ്രേഡിങ്. ഇതെല്ലാം എന്താ? നാശം സംഭവിക്കുക ചതുപ്പ് നിലങ്ങൾ. A wetland is a distinct ecosystem that is inundated by water either permanently or seasonally where oxygen-free process prevail. അപ്പോൾ ഇത് വെറ്റ്ലാൻഡുകൾ ചതുപ്പ് നിലങ്ങളാണ്. Then wetlands play a number of functions such as water purification, water storage, processing of carbon and other nutrients, stabilization of shorelines and support of plants and animals. ഈ ചതുപ്പ് നിലങ്ങൾക്കെല്ലാം എക്കോളജിക്കലായിട്ട് വളരെ പ്രധാനപ്പെട്ട ഫങ്ഷൻസ് ഉണ്ട്. നമ്മൾ ഈ ചതുപ്പ് നിലങ്ങൾ എല്ലാം നികത്തി അവിടെ കൊമേഴ്ഷ്യൽ ബിൽഡിങ്സ് പണിയുമ്പോഴേക്കും അത് എക്കോ സിസ്റ്റത്തിനെ വളരെ അഡ്വേഴ്സായിട്ട് അഫക്റ്റ് ചെയ്യാറുണ്ട്. ഇതെല്ലാം പ്രാദേശികമായ പരിസ്ഥിതി പ്രശ്നങ്ങളാണ്. ദെൻ ഇത് വെറ്റ്ലാൻഡ് ആനിമൽസിനെ ബാധിക്കും. So wetlands play a number of functions such as water purification, water storage, processing of carbon and other nutrients, stabilization of shorelines and support of plants and animals. Wetland degradation is the diminution or destruction of wetland. അതിൻ്റെ ഒരു മീനിങ് എന്താണ്? വെറ്റ്ലാൻഡ് ഡീഗ്രഡേഷൻ ഇസ് ഡിമിനിഷൻ ആൻഡ് ഡിസ്ട്രക്ഷൻ ഓഫ് വെറ്റ്ലാൻഡ് ഡ്യൂ ഡിഫറെൻറ്റ് റീസൺസ്. പല കാരണങ്ങളാൽ വെറ്റ്ലാൻഡ് ഡീഗ്രഡേഷൻ ഉണ്ടാകാം. വെറ്റ്ലാൻഡ് ഡീഗ്രഡേഷൻ ഹാസ് പൊട്ടൻഷ്യൽ ഇൻഫ്ലുവൻസ് ഓൺ ഹ്യൂമൻ ഹെൽത്ത്, ബയോഡൈവേഴ്സിറ്റി, റീജിയണൽ ക്ലൈമറ്റ് ആൻഡ് റീജിയണൽ എക്കോളജിക്കൽ സെക്യൂരിറ്റി. ഇതെല്ലാം നമ്മളെന്താ ഈ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ മാത്രം ഒന്ന് ഇമ്പോർട്ടൻസ് കൊടുത്ത് നോക്കി പഠിച്ചാൽ മതി. നെക്സ്റ്റ് ഈസ് റാംസർ സൈറ്റ്സ്. ഇതൊരു ഇൻ്റർനാഷണൽ ട്രീറ്റിയുടെ അടിസ്ഥാനത്തിൽ പ്രിസർവ് ചെയ്യപ്പെടേണ്ട വെറ്റ്ലാൻഡുകളാണ് റാംസർ എന്ന് പറയുന്നത്. എ റാംസർ സൈറ്റ് ഈസ് എ വെറ്റ്ലാൻഡ് സൈറ്റ് ഡെസിഗ്നേറ്റഡ് ടു ബി ഇൻ്റർനാഷണൽ ഇമ്പോർട്ടൻസ്. അതൊരു അന്തർദേശീയ പ്രാധാന്യമുള്ള വെറ്റ്ലാൻഡുകൾ അത് ഡിമാർക്കേറ്റ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ പ്രത്യേകം ഡെസിഗ്നേറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ള ഏരിയ എന്താണ്? റാംസർ സൈറ്റ്സ് എന്നറിയപ്പെടുന്നത്. ഇത് 2 മാർക്കിന് വേണമെങ്കിൽ ചോദിക്കാം. ഈ റാംസസ് ഈസ് എ പ്ലേസ് വെയർ ലാൻഡ് ഈസ് കവേർഡ് ബൈ വാട്ടർ. ഇപ്പം വെള്ളത്തിൽ മുങ്ങിക്കിടക്കുന്ന ഒരു ഏരിയയാണ് നമ്മളെന്ത് പറയുന്നത്? റാംസർ എന്ന് പറയുന്നത്. സോ വെറ്റ്ലാൻഡ്സ് ഓഫ് ഇൻ്റർനാഷണൽ ഇമ്പോർട്ടൻസ് ആർ ഓൾസോ നോൺ ആസ് റാംസർ സൈറ്റ്സ്. റാംസർ സൈറ്റ് ഈസ് എ വെറ്റ്ലാൻഡ് ഓഫ് ഇൻ്റർനാഷണൽ ഇമ്പോർട്ടൻസ്. അന്തർദേശീയമായിട്ട് പ്രാധാന്യമുള്ള ഒരു വെറ്റ്ലാൻഡാണ് റാംസർ സൈറ്റ് എന്നറിയപ്പെടുന്നത്. ദി കൺവെൻഷൻ ഓഫ് വെറ്റ്ലാൻഡ് നോൺ ആസ് റാംസർ കൺവെൻഷൻ ഈസ് എൻ ഇന്റർ-ഗവൺമെൻറ്റൽ എൻവയോൺമെൻറ്റൽ ട്രീറ്റി എസ്റ്റാബ്ലിഷ്ഡ് ഇൻ 1971 ബൈ യുനെസ്കോ വിച്ച് കെയിം ഇൻ ടു ഫോഴ്സ് ഇൻ 1975. ഇപ്പോൾ യുനെസ്കോയുടെ ഒരു ഇൻ്റർനാഷണൽ ട്രീറ്റി പ്രകാരം, ഒരു അന്തർദേശീയ കരാർ പ്രകാരം ഡെസിഗ്നേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന ഏരിയകളാണ് ഈ റാംസർ സൈറ്റ്സ് എന്നറിയപ്പെടുന്നത്. ദെൻ നെക്സ്റ്റ് ഈസ് ഡിസാസ്റ്റർ ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ്. ഡിസാസ്റ്റർ, ദുരന്തങ്ങൾ. അപ്പം ദുരന്തങ്ങൾ നമ്മൾ എല്ലായ്പ്പോഴും കാണാറുണ്ട്. അപ്പം നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് ഡിസാസ്റ്റർ? എന്താണ്? എ ഡിസാസ്റ്റർ ഈസ് ദാറ്റ് സഡൻ കലാമിറ്റി, പെട്ടെന്നുണ്ടാകുന്ന ഒരു ദുരന്തമാണ് ഡിസാസ്റ്റർ. വിച്ച് ബ്രിങ്സ് മിസ്ഫോർച്യൂൺ ആൻഡ് മിസറീസ് ടു ഹ്യൂമാനിറ്റി. ഇപ്പം മാനവകുലത്തിന് പെട്ടെന്നുണ്ടാകുന്ന ഒരു ദുരന്തം, അത് മിസ്ഫോർച്യൂണും അതുപോലെ മിസറീസും ഒക്കെ നടക്കുന്നു. ഡിസാസ്റ്റേഴ്സ് ഹാവ് സീരിയസ് ഇമ്പാക്റ്റ് ഓൺ ഹ്യൂമൻ ലൈഫ്, എക്കണോമി ആൻഡ് എൻവയോൺമെൻറ്റ്. A disaster may be defined as an occurrence of immensely damaging nature. ഇതിൻ്റെ ഡാമേജ് നമുക്കെന്താ? ഒരു വളരെ വ്യാപകമായിട്ട് വിപുലമായിട്ടുള്ള ഡാമേജുകൾ ഉണ്ടാക്കുന്നു. That causes ecological disruption, then deterioration of health of very large number of people. ഇപ്പം എക്കോളജിക്കൽ ഡിസ്ട്രക്ഷൻ, ആവാസ വ്യവസ്ഥയെ അത് വളരെ അഡ്വേഴ്സായിട്ട് ബാധിക്കുന്നു. വലിയ ഒരു ജനവിഭാഗത്തിൻ്റെ ആരോഗ്യത്തെയും ജീവനെയും സ്വത്തിനെയും അത് അഡ്വേഴ്സായിട്ട് അഫക്റ്റ് ചെയ്യുന്നു.
So occurrence of immensely damaging nature that causes ecological disruption, then deterioration of health of a very large number of people, and loss of human life in such a scale that warrants response from outside areas other than the affected regions. ഒരു ഡിസാസ്റ്റർ അതിനെ അഫക്റ്റ് ചെയ്യുന്ന ഏരിയയിൽ നിന്ന് മാത്രമല്ല, ചിലപ്പോഴെന്താ രാജ്യത്തിനുള്ളിൽ നിന്നും രാജ്യത്തിനകത്തു നിന്നും പലപ്പോഴും അന്തർദേശീയമായിട്ട് പോലും അസിസ്റ്റൻസ് ആവശ്യമായിട്ട് വരുന്ന ഒരു കലാമിറ്റിയാണ് ഡിസാസ്റ്ററായിട്ട് കണക്കാക്കുന്നത്. ദെൻ ഇതിനൊരു നമ്മൾ നോക്കുകയാണെങ്കിൽ 2004 നമ്മൾ കേരളത്തിൽ സുനാമി അനുഭവപ്പെട്ടു. കേരളത്തിൽ 2004 ആദ്യമായിട്ട് നമ്മൾ കേരളത്തിൽ ഒരു സുനാമി ലാർജ് സ്കെയിലായിട്ട് അനുഭവപ്പെടുന്നത്. അപ്പോൾ അതൊരു 2004 ഡിസംബർ 26 രാവിലെ ഒരു 11 മണിയോടുകൂടി കേരളത്തിലെ ആളുകൾ ആദ്യമായിട്ട് സുനാമി എക്സ്പീരിയൻസ് ചെയ്യുന്നു. ഇതെന്തായത് സമുദ്രത്തിൻ്റെ അടിയിൽ ഭൂമി കുലുക്കമുണ്ടാകുകയും സമുദ്രത്തിലെ വെള്ളം നമ്മുടെ കരയിലേക്ക് 3-4 കിലോമീറ്റർ അടിച്ച് കയറുകയും ചെയ്യുന്നു. ഈ തിരയടിച്ച് കയറി വരുന്ന പ്രദേശം മുഴുവൻ എന്താണത് വളരെ ഉയരത്തിലാണ് വരുന്നത്. വെള്ളം ഇറങ്ങിപ്പോയി കഴിയുമ്പോൾ അവിടെയുള്ള ആളുകളും മൃഗങ്ങളും സസ്യങ്ങളും വീടുകളുമെല്ലാം ഒലിച്ച് നഷ്ടമാവുകയാണ് ചെയ്യുന്നത്. ഈ 2004 സുനാമി എക്സ്പീരിയൻസ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ കേരളത്തിലെ പല തീരപ്രദേശങ്ങളിലും ആയിരക്കണക്കിന് ആളുകളുടെ ജീവൻ നഷ്ടപ്പെട്ടു. കോഴിക്കോട് കടൽപ്പുറം, തമിഴ്നാട് തീരത്തുള്ള കുളച്ചൽ, കന്യാകുമാരി, ഏറ്റവും പ്രധാനമായിട്ട് അഫക്റ്റ് ചെയ്തൊരു ഏരിയയാണ് നമ്മുടെ വേളാങ്കണ്ണി. ഇപ്പം വേളാങ്കണ്ണി പള്ളി വരെയുള്ള പള്ളി വരെയുള്ള ഏരിയയിൽ ഇത് പെട്ടെന്ന് തന്നെ തിരയടിച്ചിങ്ങി പോരുകയാണ് വളരെ ഉയരത്തിൽ. അപ്പോൾ അവിടെയുള്ള വ്യാപാര സ്ഥാപനങ്ങളും ഉണ്ടായിരുന്ന എല്ലാ മനുഷ്യരും പള്ളിയുടെ ഉള്ളിൽ വരെ വെള്ളം കയറി, പള്ളിയുടെ അടിനില വരെ വെള്ളം കയറുന്ന പോവുക ചെയ്തു. അപ്പം ആയിരക്കണക്കിന് ആളുകൾ 2004 സുനാമിയിൽ ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട്. സുനാമി കടൽ വെള്ളം തിരയടിച്ച് കയറി വരുന്നത് സമുദ്രത്തിൻ്റെ അടിത്തട്ടിലുണ്ടാകുന്ന ഭൂമി കുലുക്കമാണ് അതിൻ്റെ കാരണം. ദി ഗ്രേറ്റ് ഡിസാസ്റ്റർ കോസ്ഡ് ബൈ ദി അണ്ടർ ഓഷൻ എർത്ത്ക്വേക്ക് ഇൻഡ്യൂസ്ഡ് സുനാമി ഈസ് എ വെരി റീസെൻറ്റ് എക്സാമ്പിൾ ഓഫ് ഡിസാസ്റ്റർ. നമ്മളത് എക്സ്പീരിയൻസ് ചെയ്ത് 2004 ഡിസംബർ 26 എക്സ്പീരിയൻസ് ചെയ്തതാണ്. ദെൻ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ്. ഒരു ദുരന്തം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനെ എങ്ങനെ മാനേജ് ചെയ്യാം, എങ്ങനെ അതിനെ ഓവർകം ചെയ്യാം, അതുകൊണ്ടുണ്ടാകുന്ന ലോസ് എങ്ങനെ മിറ്റിഗേറ്റ് ചെയ്യാം. ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദി ഇഫക്റ്റീവ് ഓർഗനൈസേഷൻ, ഡിറക്ഷൻ ആൻഡ് യൂട്ടിലൈസേഷൻ ഓഫ് അവൈലബിൾ കൗണ്ടർ ഡിസാസ്റ്റർ റിസോഴ്സസ്. അവൈലബിൾ ആയിരിക്കും നമ്മുടെ കൈവശമുള്ളതെന്നുണ്ടെങ്കിൽ നമുക്ക് റിസോഴ്സസ് ഉപയോഗിച്ചത് എങ്ങനെ മനുഷ്യനതിനെ ഓവർകം ചെയ്യാനും അല്ലെങ്കിൽ അതിൻ്റെ ഇഫക്റ്റ് എങ്ങനെ കുറച്ച് കൊണ്ടുവരാൻ സാധിക്കും. ഇതാണ് നമ്മൾ ഈ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് മീൻ ചെയ്യുന്നത്. ഇനി ആസ്പെക്ട്സ് ഓഫ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് പ്രധാനമായിട്ടും 3 ആസ്പെക്റ്റുകളാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് സ്റ്റഡി ചെയ്യുന്നത്. ഒന്ന് ഡിസാസ്റ്റർ ഇമ്പാക്റ്റ് ആൻഡ് റെസ്പോൺസ്, ഡിസാസ്റ്റർ പ്രിപ്പയർഡ്നെസ് ആൻഡ് ഡിസാസ്റ്റർ മിറ്റിഗേഷൻ. ഇപ്പോൾ ഒരു ദുരന്തം ഉണ്ടാവുകയാണ് എങ്കിൽ അതിൻ്റെ ഇമ്പാക്റ്റ് എന്താണ്, അതിൻ്റെ റെസ്പോൺസ് എന്തായിരിക്കണം. രണ്ടാമത് എത്രമാത്രം നമ്മൾ തയ്യാറെടുത്തിരിക്കണം. ഡിസാസ്റ്റർ പ്രിപ്പയർഡ്നെസ് ആൻഡ് ഡിസാസ്റ്റർ മിറ്റിഗേഷൻ, അതിൻ്റെ നഷ്ടം പരമാവധി കുറച്ചുകൊണ്ടുവരാൻ ശ്രമിക്കുക. ഇപ്പം ഡിസാസ്റ്റർ ഇമ്പാക്റ്റ് ആൻഡ് റെസ്പോൺസിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്ന പ്രധാന സെർച്ച് ആൻഡ് റെസ്ക്യൂ, ഫസ്റ്റ് എയ്ഡ്, ട്രേജ് ആൻഡ് സ്റ്റെബിലൈസേഷൻ ഓഫ് വിക്ടിം, ഹോസ്പിറ്റൽ ട്രീറ്റ്മെൻറ്റ്, ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് ഡെഡ്, റിലീഫ് ഫേസ്, അങ്ങനെ കുറേ പോയിൻറ്റുകളുണ്ട്. അത് നിങ്ങളൊന്ന് ഈ നോട്ട് നോക്കി പഠിച്ചാൽ മതി. ഡിസാസ്റ്റർ ഇമ്പാക്റ്റ് ആൻഡ് റെസ്പോൺസ്. സെക്കൻഡ്ലി ഡിസാസ്റ്റർ പ്രിപ്പയർഡ്നെസ്. ഒരു ദുരന്തം ഉണ്ടാവുകയാണെങ്കിൽ മുൻകൂട്ടി മുന്നറിയിപ്പുകൾ കിട്ടുകയാണെങ്കിൽ ആളുകൾക്ക് തയ്യാറായിരിക്കാൻ സാധിക്കും. നമുക്ക് പലപ്പോഴും ഒരു മഴയെക്കുറിച്ച് അല്ലെങ്കിൽ കൊടുങ്കാറ്റ്, സൈക്ലോൺ, ഇതിനെക്കുറിച്ചൊക്കെ മുന്നറിയിപ്പ് കിട്ടാറുണ്ട്. മുന്നറിയിപ്പില്ലാതെ വന്നു കഴിയാൻ അതിൻ്റെ നാശങ്ങൾ നമ്മൾ വളരെ വലുതായിരിക്കും. അപ്പം എത്രമാത്രം പ്രിപ്പയർഡാണ് ഡിസാസ്റ്റർ പ്രിപ്പയർഡ്നെസ്. അപ്പോൾ അതിൻ്റെ അകത്ത് ദി ഓബ്ജക്റ്റീവ് ഓഫ് ഡിസാസ്റ്റർ പ്രിപ്പയർഡ്നെസ് ഇസ് ടു എൻഷുർ ദി ഫോളോയിങ് ടാസ്ക്: to evaluate the risk of particular region of the country as a whole or disaster, organize communication, information and working systems to ensure availability of financial and other resources. അപ്പോൾ ഒരു ഡിസാസ്റ്റർ ഉണ്ടാവുകയാണെങ്കിൽ അതിനെ നേരിടാൻ എത്രമാത്രം തയ്യാറെടുപ്പുകൾ നടത്തണം. ഇതാണ് അതിൻ്റെ രണ്ടാമത്തെ ആസ്പെക്ട്, ഡിസാസ്റ്റർ പ്രിപ്പയർഡ്നെസ്. മൂന്നാമത് ഡിസാസ്റ്റർ മിറ്റിഗേഷൻ. മിറ്റിഗേറ്റ് എന്ന പരമാവധി മിനിമൈസ് ചെയ്യുക. ഡിസാസ്റ്റർ ഉണ്ടാവുകയാണെങ്കിൽ, ഒരു ദുരന്തം ഉണ്ടാവുകയാണെങ്കിൽ അതിൻ്റെ ഫലങ്ങൾ, അതിൻ്റെ ഇമ്പാക്റ്റ് പരമാവധി കുറച്ചുകൊണ്ട് വരുന്നതിന് വേണ്ടി ശ്രമിക്കുക. അതാണ് ഡിസാസ്റ്റർ മിറ്റിഗേഷൻ.
Mitigation means lessening the negative impact of natural hazards. It is defined as sustained action taken to reduce long-term vulnerability of human life. Vulnerable ആണ്, എപ്പോഴും നമുക്കെന്താ അപകടത്തിൽപ്പെടാനുള്ള സാധ്യതയുണ്ട്. ആൻഡ് പ്രോപ്പർട്ടി ടു നാച്ചുറൽ ഹസാർഡ്സ്. അപ്പോൾ നമുക്കെന്താ ഈ ഒരു അപകടത്തിൽപ്പെടാനും നഷ്ടം സംഭവിക്കാനുള്ള സാധ്യത എങ്ങനെ പരമാവധി കുറച്ച് കൊണ്ടുവരാൻ സാധിക്കും. അപ്പോൾ അതിനൊന്ന് റിസ്ക് അസസ്മെൻറ്റ് ആൻഡ് വൾണറബിലിറ്റി അനാലിസിസ്, കുറേ പോയിന്റുകളുണ്ട്. നിങ്ങൾ ആ നോട്ട് നോക്കിയത് പഠിച്ചാൽ മതി. ദെൻ ഫ്ലഡ്സ്. ഫ്ലഡ്സ് കൊണ്ട് മീൻ ചെയ്യുന്ന എന്താ? വെള്ളപ്പൊക്കം. ഫ്ലഡ്സ്, വെള്ളപ്പൊക്കം നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്നതാണ് എല്ലാ വർഷവും. 2018 കേരളത്തിൽ ഫ്ലഡ്സ് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തിരുന്നു. ഫ്ലഡ്സ് ആർ ദി മോസ്റ്റ് കോമൺ ആൻഡ് വൈഡ് സ്പ്രെഡ് ഓഫ് ഓൾ നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ്. പ്രകൃതി ദുരന്തങ്ങളിലെ ഒരു പ്രധാനപ്പെട്ട പ്രകൃതി ദുരന്തമായിട്ട് വന്ന ഫ്ലഡാണ്. ദോ ഇറ്റ്സ് എ പോസിബിൾ ടു കൺട്രോൾ ഫ്ലഡ് ഡിസാസ്റ്റർ ഈസിലി. എളുപ്പത്തിൽ നമുക്ക് വേണമെങ്കിൽ കൺട്രോൾ ചെയ്യാവുന്നുണ്ടെങ്കിലും എന്താണ്, നമുക്ക് പ്രകൃതിപരമായ അല്ലെങ്കിൽ പ്രകൃതിദത്തമായതും സ്ട്രക്ചറൽ ചേഞ്ചസും ഒക്കെ ഇതിൻ്റെ ഇമ്പാക്റ്റ് കുറച്ചുകൊണ്ട് വരാൻ സാധിക്കും. Flood control refers to all methods used to reduce and prevent detrimental effect of flood waters. Some of the common techniques used for flood control are installation of sandbags. ഇപ്പോൾ മണൽ ചാക്കുകൾ നിറയ്ക്കുക, അതുപോലെ സ്ലോപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക, വെജിറ്റേഷൻ, സോയിൽ, സിമെൻറ്റ്, സിമെൻറ്റ് ബ്രിക്സ് കൊണ്ട് അല്ലെങ്കിൽ ഒരു റീടെൻഷൻ വാൾസ്, ഇതൊക്കെ ഒരു ഫ്ലഡ് കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ അതിൻ്റെ മെഷേഴ്സ് ടു കൺട്രോൾ എന്താണ്? ഇൻഡ്യൂസ് ബെറ്റർ ഫ്ലഡ് വാർണിംഗ് സിസ്റ്റം, കൺസ്ട്രക്ട് ബിൽഡിംഗ് അബോവ് ദി ഫ്ലഡ് ലെവൽസ്. ഇപ്പം വെള്ളപ്പൊക്കം ഒരു വാട്ടർ ലെവലിൻ്റെ മുകളിലുള്ള കെട്ടിടങ്ങൾ പണിയുക, നിലവിലുള്ള ബിൽഡിങ്സിനെ മോഡിഫൈ ചെയ്യുക. ദെൻ ക്രിയേഷൻ ഓഫ് വെറ്റ്ലാൻഡ്സ്, ചതുപ്പ് നിലങ്ങൾ ആർട്ടിഫിഷ്യലായിട്ട് ക്രിയേറ്റ് ചെയ്യുക. റെസ്റ്റോർ റിവേഴ്സ് ടു ദെയർ നാച്ചുറൽ കോഴ്സ്, ഏതെങ്കിലും നദി അതിൻ്റെ കോഴ്സ് ചേഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ദിശ മാറി ഒഴുകുന്ന നദികളെ അതിൻ്റെ ഒറിജിനൽ ദിശയിലേക്ക് തിരിച്ചു കൊണ്ടുവരിക. ഇംപ്രൂവിങ് വാട്ടർ സ്റ്റോറേജ് ഏരിയാസ്, ഇംപ്രൂവ്ഡ് സോയിൽ കണ്ടീഷൻ, മോർ ഗവൺമെൻറ് സ്പെൻഡിങ്. ഈ പറഞ്ഞിരിക്കുന്ന പോയിന്റുകളൊക്കെ എന്താണ്? മെഷേഴ്സ് ദാറ്റ് ഹാസ് ടു ബി ടേക്കൻ ടു കൺട്രോൾ ഫ്ലഡ്സ്. നെക്സ്റ്റ് ഈസ് എർത്ത്ക്വേക്ക്, ഭൂമികുലുക്കം. എർത്ത്ക്വേക്ക് refers to sudden shaking of the ground caused by passage of seismic waves through earth's rocks. ഭൂമികുലുക്കം അല്ലെങ്കിൽ നമ്മൾ ഭൂചലനം എന്നൊക്കെ പറയുന്നതാണ്. Seismic waves are produced when some form of energy stored on Earth's crust is suddenly released. അപ്പം എന്താ, ഭൂമിയുടെ ഉള്ളിൽ, ഭൂമിയുടെ അടിത്തട്ടിൽ എനർജി റിലീസ് ഉണ്ടാകുമ്പോൾ ചെറിയ രീതിയിലും വലിയ രീതിയിലും ഷേക്ക് സംഭവിക്കാറുണ്ട്. അത് സീസ്മിക് വേവ്സ് ആണ്. എർത്ത്ക്വേക്സ് ഈസ് വൺ ഓഫ് ദി മോസ്റ്റ് ഡിവാസ്റ്റേറ്റിംഗ് നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് ഓൺ എർത്ത്. ഭൂമിയിൽ സംഭവിക്കുന്നതിലെ ഏറ്റവും നാശത്തിന് കാരണമാകുന്ന ഒരു ഡിസാസ്റ്ററാണ് എർത്ത്ക്വേക്ക്. ഇറ്റ് ക്യാൻ എഫക്ട് ഹൺഡ്രഡ്സ് ഓഫ് തൗസൻഡ്സ് ഓഫ് സ്ക്വയർ കിലോമീറ്റേഴ്സ്. പല ഭൂമി കുലുക്കളങ്ങൾ ആയിരക്കണക്കിന് കിലോമീറ്റർ ഏരിയയെ അഫക്റ്റ് ചെയ്യാറുണ്ട്. കോസിങ് ഡാമേജ് ടു സ്ട്രക്ചേഴ്സ് ഓർ ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ്. ഇപ്പോൾ നമ്മൾ കേരളത്തിൽ നമ്മളിതിനെ ഒരു വലിയ സ്കെയിലുള്ള അല്ലെങ്കിൽ ഭീകരമായ അവസ്ഥ സൃഷ്ടിക്കപ്പെടാവുന്ന എർത്ത്ക്വേക്കുകൾ കേരളത്തിൽ അങ്ങനെ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. എന്നിരുന്നാലും 1988 നെടുങ്കണ്ടത്തിൽ 4.5 ഒരു തീവ്രതയുള്ള എർത്ത്ക്വേക്ക് സംഭവിച്ചിരുന്നു. അതുപോലെ 1988 4.5, ദാറ്റ് ഈസ് നെടുങ്കണ്ടം. ദെൻ വടക്കാഞ്ചേരിയിൽ 1994 അവിടെയും 4.8 ആണ്. ദെൻ നമ്മുടെ അടുത്തുള്ള അല്ലെങ്കിൽ ഈരാറ്റുപേട്ടയിൽ 2001 ഇതൊക്കെ 4.5 ആണ്. ഒരു 6 മുകളിലേക്ക് വന്നു കഴിഞ്ഞാലാണ് അതിഭീകരമായ നാശങ്ങൾ സംഭവിക്കാറുള്ളത്. എർത്ത്ക്വേക്കിനെ കുറിച്ച് നമ്മൾ അത്രയൊക്കെ നോക്കിയാൽ മതി. ദെൻ ഇതിൻ്റെ കോസസ് ഓഫ് എർത്ത്ക്വേക്സ് ഒക്കെ ഉണ്ട്. പല കാരണങ്ങളിലുണ്ടാകാം. അതിൻ്റെ ആ പോയിന്റുകളൊക്കെ ഒന്ന് നോട്ടിൽ നോക്കി പഠിക്കുക. ടെക്ടോണിക് മൂവ്മെൻറ്റ്സ്, ദെൻ വോൾക്കാനിക് ഇറപ്ഷൻസ്, അതർ റീസൺസ്. ഇനി ഇതിൻ്റെ ഇഫക്റ്റ് എന്താണ്? ഒരു ഭൂമി കുലുക്കം ഉണ്ടായിക്കഴിഞ്ഞാൽ പ്രധാനപ്പെട്ട ഇഫക്റ്റ് എന്തൊക്കെയാണ്? ലോസ് ഓഫ് പ്രോപ്പർട്ടി, ലോസ് ഓഫ് ലൈഫ്, ചേഞ്ചസ് ഇൻ കോഴ്സ് ഓഫ് റിവേഴ്സ്. നദികൾ ദിശ മാറി ഒഴുകാൻ പലപ്പോഴും കാരണമാകും. അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ നഷ്ടം നമുക്ക് ഇമാജിൻ ചെയ്യാൻ സാധിക്കുന്നതല്ല. ചിലപ്പം ഭൂമി കുലുക്കം സുനാമീസിന് കാരണമാകാം. ദാറ്റ് ഈസ് അണ്ടർ ഓഷൻ ആണെങ്കിൽ, കടലിൻ്റെ അടിത്തട്ടിലാണ് സംഭവിക്കുന്നതെങ്കിൽ. ദെൻ മഡ് ഫൗണ്ടൻസിന് കാരണമാകാം. ക്രാക്സ് ഇൻ എർത്ത്ക്വേക്സ്, ഭൂമിയുടെ ഉപരിതലത്തിൽ വലിയ വിള്ളലുകൾ സംഭവിക്കാൻ കാരണമാകാം.
Next is cyclone. Cyclone is a violent wind that moves in circling causing storm. ഇപ്പം എന്താ ഒരു കൊടുങ്കാറ്റ് പോലെ സർക്കിളായിട്ട് മൂവ് സൈക്ലോൺ അതാണ്. സൈക്ലോൺ റെഫേഴ്സ് ടു എനി ഇന്നർ സ്പിന്നിങ് സ്റ്റോം. ഇത് ഉള്ളിലേക്കാണ്, ഇത് ചുഴലി പോലെ ഉള്ളിലേക്കാണ് കറങ്ങുന്നത്. ഇന്നർ സ്പിന്നിങ്, സ്പിൻസ് ഇന്നർ സൈഡാണ്, ഇന്നർ വേ, ആൻഡ് റൊട്ടേറ്റ് അറൗണ്ട് ദി ലോ പ്രഷർ സെൻറ്റർ. ദി ലോ പ്രഷർ സെൻറ്റർ is also referred to as eye of the storm. Then a cyclone refers to any low pressure area with winds spiraling inwards. ഉള്ളിലേക്ക് ഇത് താഴ്ന്നു പോകുന്നതാണ് നമ്മളെന്താ സൈക്ലോൺ കൊണ്ട് മീൻ ചെയ്യുന്നത്. ദെൻ ലാൻഡ് സ്ലൈഡ്സ് ഉണ്ട്, മണ്ണിടിച്ചിൽ. എ ലാൻഡ് സ്ലൈഡ് റെഫേഴ്സ് ടു സ്ലൈഡിങ് ഓർ ഡിസ്ലോഡിങ് ഓഫ് ലാർജ് മാസ് ഓഫ് റോക്സ്. ഇപ്പോൾ എന്താണത്, മണ്ണിടിച്ചിലാണ്. മെറ്റീരിയൽസ്, സോയിൽസ് എക്സെട്ര. നമ്മളിപ്പോൾ എന്താ ഈ ഉത്തരാഖണ്ഡിലും ഹിമാചൽ പ്രദേശിലുമൊക്കെ അത് എല്ലാ വർഷവും സംഭവിക്കാറുണ്ട്. വലിയ രീതിയിൽ വലിയ ഏരിയ ലാൻഡ് സ്ലൈഡ്സ്. നമ്മുടെ പെട്ടിമുടിയിൽ ഒരു 2 വർഷം മുമ്പ് എക്സ്പീരിയൻസ് ചെയ്തിരുന്നു. It's a form of mass wasting which denotes any downslope movement of soil and rock under the direct influence of gravity. ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്താ? എക്വൈ, ഹെവി റെയിൻഫോൾ, ക്ലൈമറ്റ്, വോൾക്കാനിക് ഇറപ്ഷൻ, ഫോറസ്റ്റ് ഫയർസ്, ഗ്രാവിറ്റി എക്സെട്ര. ഇതിന് മനുഷ്യനിർമ്മിതമായ കാരണങ്ങളുണ്ട്. ആദ്യം പറഞ്ഞതെല്ലാം നാച്ചുറൽ കോസസ് ആണ്. മനുഷ്യനിർമ്മിതമായ കാരണം എന്താ? ദെൻ ക്ലിയർ കട്ടിങ് ഓഫ് ഹ്യൂമൻ സെറ്റിൽമെൻറ്റ്, മനുഷ്യൻ്റെ സെറ്റിൽമെൻറ്റിന് വേണ്ടിയിട്ട് വനം ഇത് വെട്ടി നശിപ്പിക്കുക. ദെൻ മൈനിങ്, ലാർജ് സ്കെയിൽ മൈനിങ്, അതും ഇതിനൊരു കാരണമായിട്ട് വരാറുണ്ട് ലാൻഡ് സ്ലൈഡ്സിന്. ദെൻ എഫക്ട്സ് ഓഫ് ലാൻഡ് സ്ലൈഡ്സ് ലീഡ് ടു എക്കണോമിക് ഡിക്ലൈൻ, ഡാമേജ് ടു ഇൻഫ്രാസ്ട്രക്ചർ, ലോസ് ഓഫ് ലൈഫ്, അഫക്ട് ബ്യൂട്ടി ഓഫ് ലാൻഡ്സ്കേപ്പ്, ഇമ്പാക്ട് റിവർ എക്കോസിസ്റ്റം. ഇതെല്ലാം വലിയ രീതിയിൽ ഒരു മണ്ണിടിച്ചിലുണ്ടായിക്കഴിഞ്ഞാൽ, ലാൻഡ് സ്ലൈഡ് ഉണ്ടായിക്കഴിഞ്ഞാൽ അതിൻ്റെ ഇഫക്റ്റാണ്. നെക്സ്റ്റ് ഡിസാസ്റ്റർ, നീഡ് ഫോർ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ്. നമ്മളൊരു പ്രകൃതി ദുരന്തം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനെ മാനേജ് ചെയ്യേണ്ടത് ആവശ്യകതയാണ്. ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് എയിംസ് ടു റെഡ്യൂസ് ഓർ അവോയ്ഡ് ദി പൊട്ടൻഷ്യൽ ലോസ് ഫ്രം ഹസാർഡ്സ്, അഷ്യൂർ പ്രോംപ്റ്റ് ആൻഡ് അപ്രോപ്രിയേറ്റ് അസിസ്റ്റൻസ് ടു വിക്ടിംസ് ഓഫ് ഡിസാസ്റ്റർ ആൻഡ് അച്ചീവ് റാപ്പിഡ് ആൻഡ് ഇഫക്റ്റീവ് റിക്കവറി. ഒരു ദുരന്തം സംഭവിച്ചു കഴിഞ്ഞാൽ ദുരന്തം ബാധിക്കപ്പെട്ടിരിക്കുന്ന ആളുകൾക്ക് ആവശ്യമായ അസിസ്റ്റൻസ് കൊടുക്കുക, അതിൽ നിന്നും റിക്കവറിക്ക് ആവശ്യമായ സഹായങ്ങൾ കൊടുക്കുക. അതാണ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് നമ്മൾ മീൻ ചെയ്യുന്നത്. ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ഹാസ് ടു ഡെവലപ്പ്, റിവ്യൂ ആൻഡ് അസസ് ഇഫക്റ്റീവ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് പ്രാക്ടീസസ്, ഐഡൻറ്റിഫൈ ആൻഡ് കോർഡിനേറ്റ് ഡിസാസ്റ്റർ റിസോഴ്സ് ആൻഡ് മാനേജ് ലോക്കൽ ഡിസാസ്റ്റർ ഓപ്പറേഷൻസ്. ഒരു ദുരന്തം സംഭവിച്ചു കഴിഞ്ഞാൽ അതിനെ കൃത്യമായിട്ട് മാനേജ് ചെയ്യാനുള്ള മെത്തേഡ്സ് ഫോളോ ചെയ്യണം. ഇതാണ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് നമ്മൾ മീൻ ചെയ്യുന്നത്. ദെൻ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ഇൻ ഇന്ത്യ. അപ്പം ഇന്ത്യയിലെ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൻ്റെ അറേഞ്ച്മെൻറ്റ് എന്തൊക്കെയാണ്? ഇതൊക്കെ ഷോർട്ട് നോട്ടായിട്ട് ചോദിക്കാറുള്ളതാണ്. ദി ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ഈസ് ദി ഡിസിപ്ലിൻ ബൈ വിച്ച് ഹ്യൂമൻ ബീയിങ്സ് കണ്ടിന്യൂസ്ലി മേക്സ് എഫേർട്സ് ടു റെഡ്യൂസ് ദി ഹാം കോസ്ഡ് ബൈ ഡിസാസ്റ്റേഴ്സ്. ഇപ്പം പ്രകൃതി ദുരന്തങ്ങൾ കൊണ്ടുണ്ടാകുന്ന നാശങ്ങളെ പരമാവധി കുറച്ചുകൊണ്ട് വരാനുള്ള കണ്ടിന്യൂസ് എഫക്ട്സ് ആണ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് എന്നാണ് നമ്മൾ മീൻ ചെയ്യുന്നത്. ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ഈസ് എ വെൽ പ്ലാൻഡ് സ്ട്രാറ്റജി ഫോർ മേക്കിംഗ് എഫേർട്സ് ടു റെഡ്യൂസ് ഹസാർഡ്സ് കോസ്ഡ് ബൈ ഡിസാസ്റ്റേഴ്സ്. അപ്പം ദുരന്തങ്ങൾ കൊണ്ടുണ്ടാകുന്ന നഷ്ടങ്ങളെ പരമാവധി കുറച്ചുകൊണ്ട് വരാൻ വേണ്ടിയുള്ള ഒരു പ്ലാൻഡ് എഫർട്ടാണ് നമ്മൾ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് മീൻ ചെയ്യുന്നത്. ദെൻ ഇന്ത്യ ഹാസ് സെറ്റപ്പ് മെനി ഡിപ്പാർട്ട്മെൻറ്റ്സ്. സെൻട്രൽ ഗവൺമെൻറ്റിനും സ്റ്റേറ്റ് ഗവൺമെൻറ്റിനും എല്ലാം ദുരന്ത നിവാരണത്തിന് വേണ്ടിയുള്ള അറേഞ്ച്മെൻ്റ് ഉണ്ട്. സോ ഇന്ത്യ ഹാസ് സെറ്റപ്പ് മെനി ഡിപ്പാർട്ട്മെൻറ്റ്സ് ആൻഡ് ഓർഗനൈസേഷൻസ് ഫോർ ദി സെയിം, സച്ച് ആസ് നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റി NDMA. ഇനി ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇൻ ഇന്ത്യ ദി മേജർ ഹസാർഡ്സ് ആർ എർത്ത്ക്വേക്സ്. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട പ്രകൃതി ദുരന്തങ്ങൾ എന്തൊക്കെയാണ്? എർത്ത്ക്വേക്ക്, ലാൻഡ് സ്ലൈഡ്സ്, ഡ്രൗട്ട്, സൈക്ലോൺസ്, ഫ്ലഡ്സ്, ഫോറസ്റ്റ് ഫയർസ്, ഫയർ ആക്സിഡൻറ്റ്സ് എക്സെട്ര. വലിയ വനങ്ങളിൽ തീ പിടിക്കാറുണ്ട്, കാട്ടുതീ, വലിയ ഏരിയയിൽ പലപ്പോഴും തീപിടുത്തം മൂലം ഇവിടെ ആയിരക്കണക്കിന് ഹെക്ടർ ഫോറസ്റ്റ് ലാൻഡ് നഷ്ടമാവാറുണ്ട്. ദെൻ റാപ്പിഡ് ഗ്രോത്ത് ഇൻ ദി പോപ്പുലേഷൻ റേറ്റ് ഹാസ് സർട്ടൻലി ട്രിഗേർഡ് ദി ലെവൽ ഓഫ് ഡിസാസ്റ്റേഴ്സ്. ഈ ജനസംഖ്യയുടെ അനിയന്ത്രിത വർധനവ് കൊണ്ടുണ്ടാകുന്ന ഒരു പ്രശ്നമാണ് ഈ ഡിസാസ്റ്റേഴ്സ്. ദ നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് ക്യാൻ ഓൺലി ബി മിറ്റിഗേറ്റഡ് ബട്ട് man-made disasters can be prevented to a certain limit. ഇപ്പം മനുഷ്യനിർമ്മിതമായ ദുരന്തങ്ങളെ നമുക്ക് ഒരു പരിധിവരെ നിയന്ത്രിച്ച് നിർത്താൻ സാധിക്കും.
അതേസമയം നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് നമുക്ക് തടയാൻ പറ്റില്ല, അതിൻ്റെ ഇമ്പാക്റ്റ് കുറച്ചുകൊണ്ട് വരാനേ സാധിക്കുകയുള്ളൂ. ഇന്ത്യ ഹാസ് ടേക്കൻ മെനി സ്റ്റെപ്സ് and has formed many organizations in order to mitigate, reduce and avoid hazards of disasters. ഇപ്പോൾ ഡിസാസ്റ്റേഴ്സ് കുറച്ചുകൊണ്ട് വരാൻ നമ്മൾ ഇന്ത്യയിൽ പല അറേഞ്ച്മെൻ്റ് ഉണ്ട്. നമ്മൾ ഈ ഒരു പോയിൻ്റോടുകൂടി ഈ ഒരു യൂണിറ്റിൻ്റെ ഡിസ്കഷൻ അവസാനിപ്പിക്കുകയാണ്. നമ്മൾ അടുത്ത യൂണിറ്റ് അടുത്ത വീഡിയോയിൽ ആരംഭിക്കുന്നതായിരിക്കും. അത് പൊല്യൂഷനെ കുറിച്ചാണ്, എയർ പൊല്യൂഷൻ, വാട്ടർ പൊല്യൂഷൻ, നോയിസ് പൊല്യൂഷൻ എക്സെട്ര. എനിവേ, താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.